നമസ്കാരം, ചെസ് ബാറ്റിൽസ് മലയാളത്തിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ വളരെ രസകരമായിട്ടുള്ള ഒരു ചെസ് ഗെയിമാണ് കാണിക്കാൻ പോകുന്നത്. ഈ ഗെയിം നടന്നിരിക്കുന്നത് 1988-ലാണ്. ലോദർ ഈപ്പനും സിഗ്ഫ്രഡ് മാസും തമ്മിലായിരുന്ന മത്സരം. ഈ ഗെയിമിൽ ലോദർ വൈറ്റ് സൈഡും മാസ് ബ്ലാക്ക് സൈഡുമാണ് കളിക്കുന്നത്. ഇത് ഒരു ചെസ് ട്രാപ്പായിട്ട് കൂടി കണക്കാക്കാൻ കഴിയുന്ന ഒരു ഗെയിമാണ്. വൈറ്റ് C4 മുതലാണ് ഗെയിം സ്റ്റാർട്ട് ചെയ്യുന്നത്. ഇംഗ്ലീഷ് ഓപ്പണിംഗ് ആണ്. ബ്ലാക്ക് E5 മൂവ് ചെയ്യുന്നു. വൈറ്റ് നൈറ്റിനെ C3ലേക്ക് ഡെവലപ്പ് ചെയ്യുന്നു. ബ്ലാക്ക് നൈറ്റിനെ C6ലേക്ക് ഡെവലപ്പ് ചെയ്യുന്നു. വൈറ്റ് ഇവിടെ G3 മൂവ് ചെയ്യുന്നു. ബ്ലാക്ക് G6 മൂവ് ചെയ്യുന്നു. രണ്ടുപേരും ബിഷപ്പുകളെ G5ലേക്ക് ഡെവലപ്പ് ചെയ്യാനാണ് ശ്രമിക്കുന്നത്. എന്നാൽ വൈറ്റ് ഇവിടെ ബിഷപ്പിനെ ഡെവലപ്പ് ചെയ്യുന്നതിന് മുമ്പായിട്ട് E4 മൂവ് ചെയ്യുന്നു. ബ്ലാക്ക് ബിഷപ്പിനെ G7ലേക്ക് ഡെവലപ്പ് ചെയ്യുന്നു. വൈറ്റും ബിഷപ്പിനെ G2ലേക്ക് ഡെവലപ്പ് ചെയ്യുന്നു. ഇവിടെ ബ്ലാക്ക് നൈറ്റിനെ E7ലേക്ക് ഡെവലപ്പ് ചെയ്തുകൊണ്ട് കാസിനുള്ള സൗകര്യം ഉണ്ടാക്കുന്നു. വൈറ്റും നൈറ്റിനെ E2ലേക്ക് ഡെവലപ്പ് ചെയ്യുന്നു. അതിനുശേഷം രണ്ടുപേരും കിങ് സൈഡിലേക്ക് കാസലിംഗ് ചെയ്യുന്നു. അടുത്തായി ബ്ലാക്ക് D6 മൂവ് ചെയ്തുകൊണ്ട് ബിഷപ്പിന്റെ ഡയഗണൽ ഓപ്പൺ ചെയ്യുന്നു. വൈറ്റും D3 മൂവ് ചെയ്തുകൊണ്ട് ബിഷപ്പിന്റെ ഡയഗണൽ ഓപ്പൺ ചെയ്യുന്നു. ഇപ്പോൾ ഗെയിമിലെ 8 മൂവുകൾ പൂർത്തിയായിരിക്കുകയാണ്. ഇതുവരെ യാതൊരു പ്രശ്നങ്ങളൊന്നുമില്ല. രണ്ടുപേരും തുല്യമായി തന്നെയാണ് കളിച്ചുകൊണ്ടിരിക്കുന്നത്. ഇവിടെ ബ്ലാക്ക് ബിഷപ്പിനെ ഡെവലപ്പ് ചെയ്യാണ്. ബിഷപ്പിനെ E6ലേക്ക് ഡെവലപ്പ് ചെയ്യുന്നു. എന്നാൽ വൈറ്റ് ഇപ്പോൾ ബിഷപ്പിനെ എങ്ങോട്ടേക്കും ഡെവലപ്പ് ചെയ്യുന്നില്ല. പകരം റൂക്കിനെ B1ലേക്ക് കൊണ്ടുവരുന്നു. ഇവിടെ ബ്ലാക്ക് ക്വീനെ D7ലേക്ക് ഡെവലപ്പ് ചെയ്തുകൊണ്ട് റൂക്കുകളെ തമ്മിൽ കണക്ട് ചെയ്യുന്നു. ഇവിടെ വൈറ്റ് ഒരു സിമ്പിൾ ട്രിക്ക് ഉപയോഗിക്കുകയാണ്. നൈറ്റിനെ D5ലേക്ക് കൊണ്ടുവന്ന് ബ്ലാക്കിന്റെ നൈറ്റിനെതിരെ അറ്റാക്ക് കൊടുക്കുന്നു. ബ്ലാക്ക് ഇപ്പോൾ നൈറ്റ് വെച്ച് നൈറ്റ് കൊണ്ടാണെങ്കിൽ പോൺ വെച്ച് തിരിച്ചൊട്ടിക്കൊണ്ട് ഈ ബ്ലാക്കിന്റെ നൈറ്റിനെയും ബിഷപ്പിനെയും ഫോർക്ക് ചെയ്യാണ് വൈറ്റിന്റെ ഉദ്ദേശം. അതുകൊണ്ട് തന്നെ ബ്ലാക്ക് ഇപ്പോൾ അങ്ങനെ ഒരു എക്സ്ചേഞ്ചിലേക്ക് പോകുന്നില്ല. പകരം A5 മൂവ് ചെയ്യുന്നു. ഇവിടെ വൈറ്റ് അടുത്തൊരു ട്രാപ്പിന് ശ്രമിക്കുകയാണ്. ഈ വീഡിയോ പോസ് ചെയ്ത ശേഷം വൈറ്റിന്റെ അടുത്ത മൂവ് എന്തായിരിക്കും എന്ന് കണ്ടുപിടിക്കാൻ ശ്രമിക്കുക. ഇവിടെ വൈറ്റ് ഒരു പീസിനെ സാക്രിഫൈസ് ചെയ്യാണ്. ബിഷപ്പിനെ H6ലേക്ക് മൂവ് ചെയ്തുകൊണ്ട് ആ ബിഷപ്പിനെ സാക്രിഫൈസ് ചെയ്യുന്നു. ഈ സാക്രിഫൈസിന്റെ ഉദ്ദേശം എല്ലാവർക്കും വളരെ പെട്ടെന്ന് തന്നെ മനസ്സിലായി കാണും. മനസ്സിലാകാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ഈ വീഡിയോ പോസ്റ്റ് ചെയ്ത ശേഷം കണ്ടുപിടിക്കാൻ ശ്രമിക്കുക. എല്ലാവരും നമ്മുടെ പുതിയ ഗീവ് അവയെ കുറിച്ച് അറിഞ്ഞാണെന്ന് പ്രതീക്ഷിക്കുന്നു. അറിയാത്തവരുണ്ടെങ്കിൽ നമ്മുടെ കഴിഞ്ഞ വീഡിയോ കണ്ടു നോക്കിയാൽ മതി. ആ വീഡിയോയുടെ ലിങ്ക് മുകളിലുള്ള ഐ ബട്ടണിലും എൻ്റെ സ്ക്രീനിലും കൊടുത്തേക്കാം. പങ്കെടുക്കാൻ താല്പര്യമുള്ളവർ എത്രയും വേഗം പങ്കെടുക്കാൻ ശ്രമിക്കുക. അടുത്ത വ്യാഴാഴ്ച വരെയാണ് ഗീവ് അവയുടെ ടൈം. നമുക്കിനി ഗെയിമിലേക്ക് വരാം. ബ്ലാക്ക് ഇപ്പോൾ ഈ സാക്രിഫൈസ് അക്സെപ്റ്റ് ചെയ്യുകയാണെങ്കിൽ നൈറ്റിനെ F6ലേക്ക് കൊണ്ടുവന്ന് ഇങ്ങനൊരു ഫോർക്കും ചെക്ക് കൊടുത്തുകൊണ്ട് ക്വീനെ നേടിയെടുക്കുകയാണ് വൈറ്റിൻ്റെ ഉദ്ദേശം. അതുകൊണ്ട് തന്നെ ബ്ലാക്ക് ഇപ്പോൾ ഈ സാക്രിഫൈസ് അക്സെപ്റ്റ് ചെയ്യുന്നില്ല. ആദ്യം ഈ നൈറ്റിനോട് ഒഴിവാക്കുകയാണ്. നൈറ്റ് ഉപയോഗിച്ച് നൈറ്റിനോട് എടുക്കുന്നു. ഇപ്പോൾ ബ്ലാക്കിന് ഒരു നൈറ്റ് കിട്ടിയിട്ടുണ്ട്. വൈറ്റ് ഇപ്പോൾ പോൺ വെച്ച് ആ നൈറ്റിനെ ഇട്ടുകൊണ്ട് ഇങ്ങനെ ഒരു ഫോർക്ക് കൊടുത്താലും പ്രശ്നമില്ല. ബ്ലാക്കിന് ഈ ബിഷപ്പിനെ വെട്ടിയെടുക്കാൻ പറ്റും. അതുകൊണ്ട് തന്നെ വൈറ്റും ഇപ്പോൾ പോൺ വെച്ച് നൈറ്റിനെ ഇട്ടുന്നില്ല. ആദ്യം ബിഷപ്പ് വെച്ച് ബിഷപ്പിനെ എടുക്കുന്നു. ഇപ്പോൾ വൈറ്റിന് നഷ്ടപ്പെട്ട നൈറ്റിന് പകരമായിട്ട് ബിഷപ്പിനെ കിട്ടിയിട്ടുണ്ട്. ബ്ലാക്ക് ഇപ്പോൾ കിങ് വെച്ച് ബിഷപ്പിനെ വിട്ടുകയാണെങ്കിൽ പോൺ വെച്ച് നൈറ്റിനെ എടുത്തുകൊണ്ട് വീണ്ടും ഈ ഫോർക്ക് കൊടുക്കാം. അതോടെ വൈറ്റിന് ഒരു പീസ് ലാഭം കിട്ടും. എന്നാൽ വളരെ മികച്ചൊരു മൂവിലൂടെ ബ്ലാക്ക് ഈ പ്രശ്നം പരിഹരിക്കുകയായിരുന്നു. ഈ വീഡിയോ പോസ്റ്റ് ചെയ്ത ശേഷം ബ്ലാക്ക് എങ്ങനെയാണ് ഈ പ്രശ്നം പരിഹരിക്കുന്നതെന്ന് കണ്ടുപിടിക്കാൻ ശ്രമിക്കുക. ഇവിടെ ഒരു പീസ് കൂടെ നഷ്ടപ്പെടും എന്നുള്ളതുകൊണ്ട് തന്നെ ബ്ലാക്ക് ഇപ്പോൾ കിങ് വെച്ച് ബിഷപ്പിനെ ഇട്ടുന്നില്ല. പകരം ഈ അറ്റാക്കുള്ള നൈറ്റിനെ E3ലേക്ക് കൊണ്ടുവന്ന് വൈറ്റിന്റെ ക്വീനെയും റൂക്കിനെയും ഫോർക്ക് ചെയ്യുന്നു. വൈറ്റ് ഇപ്പോൾ പോൺ വെച്ച് നൈറ്റിനോട് എടുക്കുകയാണെങ്കിൽ ബ്ലാക്കിന് കിങ് വെച്ച് ബിഷപ്പിനോട് എടുക്കാം. എന്നാൽ വൈറ്റ് ഇവിടെ മറ്റൊരു ട്രിക്ക് ഉപയോഗിക്കുകയാണ്. ഇപ്പോൾ പോൺ വെച്ച് നൈറ്റിനോട് എടുക്കുന്നില്ല. പകരം ഈ അറ്റാക്കിനുള്ള ക്വീനെ C1ലേക്ക് മൂവ് ചെയ്തുകൊണ്ട് റൂക്കിനെ സാക്രിഫൈസ് ചെയ്യുന്നു. ഒരു എക്സ്ചേഞ്ച് സാക്രിഫൈസ് ആണ്. ഇവിടെ ബ്ലാക്ക് ആ ട്രാപ്പിൽ വീഴുകയാണ്. നൈറ്റ് വെച്ച് റൂക്കിനെ എടുക്കുന്നു. ഇപ്പോൾ ബ്ലാക്കിന് ഒരു റൂക്കിനെ കിട്ടിയിട്ടുണ്ട്. വൈറ്റ് ഇപ്പോൾ ഏതെങ്കിലും പീസ് വെച്ച് തിരിച്ചു വെട്ടുമ്പോൾ കിങ് വെച്ച് ആ ബിഷപ്പിനെ വിട്ടെടുക്കാം. ഇതോടെ ബ്ലാക്കിന് ഒരു നൈറ്റിന് പകരമായിട്ട് ഒരു റൂക്കും ഒരു ബിഷപ്പും കിട്ടും. എന്നാൽ ഇവിടെ വൈറ്റിൻ്റെ ഭാഗത്തു നിന്നും വീണ്ടും ഒരു സ്ട്രോങ് മൂവ് വരെയാണ്. ഈ വീഡിയോ ഒന്നുകൂടെ പോസ്റ്റ് ചെയ്ത ശേഷം വൈറ്റിൻ്റെ അടുത്ത മൂവ് എന്താണെന്ന് കണ്ടുപിടിക്കാൻ ശ്രമിക്കുക. ഇവിടെ ഇപ്പോഴും ബ്ലാക്കിൻ്റെ റൂക്ക് ബിഷപ്പ് വെച്ച് അറ്റാക്കിലാണ്. എന്നാൽ ഇവിടെ ഒരു റൂക്കോ ഒരു നൈറ്റോ അല്ല വൈറ്റിൻ്റെ ഉദ്ദേശം. വൈറ്റിൻ്റെ ലക്ഷ്യം ഈ കിങ് ആണ്. വൈറ്റ് ഇവിടെ ആ കിങ്ങിന് വേണ്ടി തന്നെ ശ്രമിക്കുകയാണ്. ബിഷപ്പിനെ F6ലേക്ക് മൂവ് ചെയ്യുന്നു. ഇനി അടുത്ത മൂവിൽ ക്വീനെ H6ലേക്ക് മൂവ് ചെയ്തുകൊണ്ട് ഇങ്ങനൊരു ചെക്ക് കൊടുത്തുകൊണ്ട് ചെക്ക്മെറ്റ് ചെയ്യാനാണ് ഇവിടെ വൈറ്റിൻ്റെ ഉദ്ദേശം. എന്നാൽ അത് ഡിഫെൻഡ് ചെയ്യാനായിട്ട് ബ്ലാക്കിന് യാതൊരു ഓപ്ഷനും ഇല്ല. വൈറ്റിൻ്റെ ഈ ബിഷപ്പ് അത്രയ്ക്കും സ്ട്രോങ് ആണ്. ഈ ബിഷപ്പിനെ ഇപ്പോൾ ഇവിടെ നിന്ന് ഒഴിവാക്കണമെങ്കിൽ ഈ ക്വീനെ നഷ്ടപ്പെടുത്തി കളിക്കേണ്ടി വരും. ബ്ലാക്ക് ഇവിടെ ഈ ചെക്ക്മേറ്റ് മറ്റൊരു രീതിയിൽ ഡിഫെൻഡ് ചെയ്യാൻ ശ്രമിക്കുകയാണ്. അതിനായിട്ട്
നൈറ്റ് ഉപയോഗിച്ച് G3 പോണിനെ വെട്ടിയെടുക്കുന്നു. ഇവിടെ ഒരു ചെക്ക്മേറ്റ് എന്നതിന് വേണ്ടി വൈറ്റ് ഇപ്പോൾ തന്നെ ക്വീനെ ഇങ്ങോട്ടേക്ക് കൊണ്ടുവരികയാണെങ്കിൽ ബ്ലാക്കിനെ നൈറ്റിനെ H5 കൊണ്ടുവന്ന് ആ സ്ക്വയർ കൺട്രോൾ ചെയ്യാൻ കഴിയും. അതുകൊണ്ട് തന്നെ വൈറ്റ് ഇപ്പോൾ ക്വീനെ H6 കൊണ്ടുപോകുന്നില്ല. ആദ്യം ഈ നൈറ്റിനെ ഇവിടെ നിന്ന് ഒഴിവാക്കുകയാണ്. പോൺ ഉപയോഗിച്ച് നൈറ്റിനെ എടുക്കുന്നു. ഈ സമയത്ത് ഈ ബിഷപ്പിനെ ഇവിടെ നിന്ന് ഒഴിവാക്കുന്നതിനായിട്ട് ബ്ലാക്ക് അവസാനമായ ഒരു ശ്രമം നടത്തുകയാണ്. ബിഷപ്പ് വെച്ച് C4 പോൺ ഇട്ടതുകൊണ്ട് ആ ബിഷപ്പിനെ സാക്രിഫൈസ് ചെയ്യുന്നു. വൈറ്റ് ഇപ്പോൾ ഏതെങ്കിലും രീതിയിൽ ഈ സാക്രിഫൈസ് അക്സെപ്റ്റ് ചെയ്യുകയാണെങ്കിൽ ബ്ലാക്കിനെ ക്വീനെ E6 കൊണ്ടുവന്ന് ഈ ബിഷപ്പിനെതിരെ അറ്റാക്ക് കൊടുക്കാം. എന്നാൽ വൈറ്റ് ഇവിടെ ആ ഓഫറിൽ വീഴുന്നില്ല. പകരം ക്വീനെ H6 തന്നെ കൊണ്ടുവരുന്നു. ഇനി എങ്ങനെയാണ് നോക്കിയാലും ഈ ചെക്ക്മേറ്റ് ഒഴിവാക്കാൻ കഴിയില്ല എന്ന് മനസ്സിലായിക്കൊണ്ട് ഈ പൊസിഷനിൽ ബ്ലാക്ക് തോൽവി സമ്മതിക്കുകയായിരുന്നു. നമ്മൾ നേരത്തെ സൂചിപ്പിച്ച ഗിവ് അവേയിൽ പങ്കെടുക്കാൻ താല്പര്യമുള്ളവർ ഈ സ്ക്രീനിൽ കാണുന്ന ഐക്കണിൽ ക്ലിക്ക് ചെയ്താൽ മതി. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. അടുത്തൊരു വീഡിയോ വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.